അതെ, എന്റെ ബാഗ് ഒന്ന് എടുത്തു തരൂ. അതിനുള്ളിൽ എന്റെ ഫോൺ. എനിക്ക് പ്രകാശേട്ടനെ ഒന്ന് വിളിക്കണം. നീ ഇവിടെയുള്ള കാര്യം ഞാൻ സ്വാതിയോട് പറഞ്ഞുപോയി. അവളോടത് പറയാതിരിക്കാൻ എനിക്കായില്ല. നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു പോവാൻ എനിക്കാവില്ല. അവളോട് ഇനി നീ വരാൻ തയ്യാറാവില്ലെന്നേ എനിക്ക് പറയാനാവും. എന്തിനാ മടിക്കുന്നേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞു. നിന്നെ തേടി സ്വാതി വരില്ല നീ കരുതുന്നുണ്ടോ? ചേച്ചി വരട്ടെ. ഞാൻ എവിടെയുണ്ടെന്ന് ചേച്ചി അറിഞ്ഞോട്ടെ എന്ന് കരുതിയ പോരെ. ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവില്ല. എന്റെ ബാഗ് ഇങ്ങ് എടുത്തു തരൂ. എനിക്ക് എന്റെ ബാഗ് വേണം. നിങ്ങളത് തരുന്നുണ്ടോ? ഞാൻ പോണു. ഇന്നലെ രാത്രി നീ സംസാരിച്ചത് മുഴുവനും ഞാൻ കേട്ടു. ഇനി എനിക്ക് പറയാനുള്ളത് നീ കേട്ടിട്ട് പോയാൽ മതി. നീ പറഞ്ഞ ഓരോ വാക്കുകളും സത്യമാണ് ലക്ഷ്മി. നിന്റെ അഭാവത്തിൽ എന്റെ വീട്ടുകാരെ വിഷമിച്ചപ്പോ ഞാൻ സ്വയം മനസ്സിനെ സമാധാനപ്പെടുത്തിയത് നീ പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് തന്നെയാ. അച്ഛന്റെ മരണം താങ്ങാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. ഏക മകന്റെ മരണം മുത്തച്ഛനെ സഹിച്ചു. അവർക്ക് പിന്നെയും ജീവിച്ചു. അതൊക്കെ വെച്ച് നോക്കുമ്പോ നീ പോയതൊന്നുമല്ല. കുറച്ചു കാലം വീട്ടിൽ വന്നു നിന്ന് പോയ ഒരു പെൺകുട്ടി. പക്ഷേ സ്വാതി എല്ലാവരും പോലെയാണോ സ്വാതി? നിനക്കവള് നന്നായിട്ട് അറിയാലോ. നീ പറഞ്ഞ പോലെ അവൾ ഇവിടെ വന്ന് നിന്നെ വിളിച്ചാൽ പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. സ്വാതിക്ക് തിരിച്ചു പോയേ പറ്റൂ. നിന്നെ വേദനിപ്പിച്ചിറക്കി വിട്ടതാണെന്ന് സ്വാതി അടിയുറച്ച് വിശ്വസിക്കുന്നു. വേറൊരു കാര്യം അവൾക്കില്ലല്ലോ. സ്വന്തം അമ്മയോട് പോലും അവള് മിണ്ടുന്നില്ല. നീ കൂടി അവളെ കൈവിടുമ്പോ അവളുടെ വാശി കൂടും. നിന്നെ ഈ ജന്മം മറക്കാൻ സ്വാതിക്ക് കഴിയില്ല. കാരണം മരിച്ചുപോയ അവളുടെ അനിയത്തിയുടെ പുനർജന്മമായിപ്പോയി നീ. നിന്റെ ചേച്ചിക്ക് എന്റെ കൂടെ ഒരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ നീ ഇറങ്ങിപ്പോകുന്നത്? എങ്കിൽ നീ കേട്ടോ, നീ മംഗലശ്ശേരിയിൽ തിരിച്ചെത്താതെ സ്വാതിയുടെ വിവാഹം നടക്കില്ല. ഇത് ഞാൻ ഊഹിച്ച് പറഞ്ഞല്ല. മുഴുവൻ കുടുംബാംഗങ്ങളുടെയും മുന്നിൽ വെച്ച് സ്വാതി ഉറക്കെ പ്രഖ്യാപിച്ചതാ. അമ്മുവിനെ തിരിച്ചു കൊണ്ടുവരാതെ എന്റെയും സഞ്ജുവിന്റെയും വിവാഹം നടക്കില്ലെന്ന്. അമ്മു ഈ വീട്ടിൽ തിരികെ വന്നാൽ മാത്രമേ എന്റെ സഞ്ജുവിന്റെ വിവാഹം നടക്കൂ. എന്റെ അനിയത്തി കൂടെ ഇല്ലാതെ എന്റെ വിവാഹം നടക്കില്ല മുത്തശ്ശ. അവള് കൂടെ ഇല്ലാതെ എനിക്കൊരു ജീവിതം വേണ്ട. ഈ പറഞ്ഞതിൽ നിന്നും ശ്രീകുട്ടി പിന്നോട്ട് പോവില്ല. ഭീഷണിയായിരുന്നില്ല അത്, അതൊരു ശബ്ദമായിരുന്നു. പറഞ്ഞ വാക്കിൽ നിന്ന് സ്വാതി ഒരടി പിന്നോട്ട് പോവില്ലെന്ന് വല്യപ്പച്ച ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. സത്യത്തിൽ അമ്മ ഹോസ്പിറ്റലിലാവാനും മുത്തച്ഛൻ തലകറങ്ങി വീഴാനും ഒരു കാരണവും അതാ. മുഴുവൻ പേരും സ്വപ്നം കാണുന്ന വിവാഹം നീ കാരണം നടക്കാതെ പോകുന്നു. നീ എന്തിനു വേണ്ടിയാണ് ഓടി ഒളിക്കുന്നത്? നീ കാരണം അത് സംഭവിക്കാനും പോകുന്നില്ല. നിന്റെ ചേച്ചിക്ക് വേണ്ടിയുള്ള നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് വിലയുള്ളത്? സത്യത്തെ നിന്റെ അതേ അവസ്ഥ തന്നെ എനിക്കും. എങ്ങോട്ടാണ് എന്റെ ജീവിതം ഒഴുകി പോകുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല.
സ്വാതിയുടെ വിവാഹം നടന്നു കാണാനാണ് നീ ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് എന്റെ കൂടെ വരാം. സ്വാതിയുടെ ജീവിതമല്ല, നിനക്ക് നിന്റെ കാര്യമാണ് വലുതെങ്കിൽ നിന്റെ ജോലി തേടി പോവാം. രണ്ടായാലും എനിക്ക് വിരോധമില്ല. ഞാൻ തിരിച്ചു പോവാ. രണ്ട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനലിൽ വാർത്ത വരേണ്ടതാണല്ലോ. ഒരു ചാനലിലും വാർത്തയില്ല. കുറെ നേരമായല്ലോ പതിവില്ലാതെ ടിവിയുടെ മുമ്പ് വന്നിരുന്ന് ചാനൽ മാറ്റാൻ തുടങ്ങിയിട്ട്. എന്താ ദിനേശ കാര്യം? ക്ലബിന്റെ ഒരു പ്രോഗ്രാം ഷൂട്ട് ചെയ്തുകൊണ്ട് പോയതാ. ഇന്ന് വരുന്ന സെക്രട്ടറി പറഞ്ഞു ഏത് ചാനലാണെന്ന് ഇതുവരെ അറിയില്ല. ദിനേശിനെ ബാധിക്കുന്ന ഏതെങ്കിലും കാര്യം ടി വിയിലുണ്ടെന്ന് എനിക്ക് തോന്നിയതാ. നീ ഇത് നിർത്തിയിട്ട് ആ ഹോസ്പിറ്റൽ വരെ ഒന്ന് ചെല്ലു ദിനേശ. കുറച്ച് മനുഷ്യപ്പറ്റ് കാണിക്കേ. ഒരാവശ്യത്തിന് ഉപകരിക്കുമ്പോഴാ ബന്ധങ്ങൾക്ക് വിലയുണ്ടാകുന്നത്. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോവാച്ചാ. ഓ, ഇന്നലെ നീ എവിടെയായിരുന്നു ദിനേശ? ഒരു അത്യാവശ്യത്തിന് മുമ്പ് നിന്നെ ഉപകാരപ്പെട്ടിട്ടില്ല. എന്റെ അമേരിക്കയിലുള്ള ഫ്രണ്ട് നാട്ടിലെത്തിയിട്ടുണ്ട്. അവന്റെ കൂടെ കുറച്ചു കാലം ഞാൻ കഴിഞ്ഞതല്ലേ, അവനെ കാണാൻ പോയതാ. ശ്രീദേവി റൂമിലേക്ക് മാറ്റിയല്ലേ? അതെ മുത്തശ്ശ, ഇപ്പൊ ശ്രീദേവിയമ്മയുടെ അസുഖത്തിന് നല്ല ശമനമുണ്ട്. അതെന്തായാലും ആശ്വാസമുള്ള കാര്യം തന്നെയാ. എടാ, സഞ്ജു അമ്മൂനെ തേടി പോയിരിക്കുന്ന കാവേരി പറഞ്ഞല്ലോ. എന്നിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇതുവരെ സഞ്ജുവിന് അമ്മൂനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെന്നാ സ്വാതി പറഞ്ഞത്. അവിടെ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നാ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഫോണിന് റേഞ്ചും ഇല്ല. എന്ന് വെച്ചാ അവൻ അമ്മൂനെ കണ്ടിട്ടില്ല എന്നല്ലേ? അങ്ങനെയാ സ്വാതി പറഞ്ഞത്. ആ, മലമ്പ്രദേശമല്ലേ, ചെന്നെത്താൻ പ്രയാസം ഉണ്ടാവും. ഉൾഭാഗത്ത് എവിടെയെങ്കിലും ആവും. സഞ്ജു വരുന്ന വിവരം ആ സിസ്റ്റർ അമ്മൂനെ വിളിച്ചറിയിക്കാതിരിക്കുമോ? അവള് മാറി നിൽക്കുമെന്ന എന്റെ സംശയം. അങ്ങനെയും വരാം. അവൾ ഇവിടുന്ന് പോയ നിലയ്ക്ക് ഒരിക്കലും അവൾ സഞ്ജുവിന് പിടികൊടുക്കില്ല. ആ സിസ്റ്റർ അവളെ വിളിച്ചു പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് മുങ്ങും. അവൾ അവൻ കണ്ടെത്താനൊന്നും പോകുന്നില്ല. എന്റെ മനസ്സില് അങ്ങനെ ഒരു ആധിയുണ്ട്. സഞ്ജുവിന് വെറുതെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാന്ന് മാത്രം. അമ്മു ആ സ്ഥലത്ത് എത്തിയിട്ടില്ല. അവനാ ഫാക്ടറിയിൽ പോയിരുന്നു. അങ്ങനെ ഒരാൾ വന്നിട്ടില്ലെന്നല്ലേ അവർക്ക് പറയാൻ കഴിയൂ. അത് തന്നെയായിരിക്കും സംഭവിച്ചിരിക്കുന്നത്. ദിനേശൻ വരുന്നു. സഞ്ജു എപ്പോഴും അവിടെ തന്നെയാണല്ലേ ദിനേശ? കാര്യങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ അല്ല. എനിക്ക് ചില ആശങ്കകളുണ്ട്. സഞ്ജു പോയത് അമ്മുവിന് ജോലി കൊടുത്ത സ്ഥാപനത്തിലേക്കാണ്. അവിടെ അമ്മു എത്തിയിട്ടില്ലെന്നറിഞ്ഞാൽ ആ പ്രദേശത്ത് വല്ല ആക്സിഡന്റും നടന്നോന്നാവും അന്വേഷണം. വലിയൊരു ആക്സിഡന്റ് അവിടെ സംഭവിക്കുകയും ചെയ്തു. ആ പെൺകുട്ടി റോഡിൽ തന്നെയാ കിടന്നത്. അതിനെ തുടർന്ന് അന്വേഷണം ഉണ്ടാവില്ലേ? ആ പെൺകുട്ടി രക്ഷപ്പെടാതെ എങ്ങനെ അമ്മുവിനെ കുറിച്ച് പുറം ലോകം അറിയാനാ? ദിനേശൻ ടെൻഷൻ ആവാതെ. ആ പെൺകുട്ടി മരിച്ചെങ്കിൽ ന്യൂസിൽ വരാതിരിക്കോ? ഇടിച്ച വാഹനം ഏതാണെന്ന് കൂടി അറിയാത്ത നിലയ്ക്ക് ഊർജിതമായ പോലീസ് അന്വേഷണം നടക്കുന്നുള്ള കാര്യം ഉറപ്പാ. അതിലാർക്ക് സംശയമൊന്നും വേണ്ട. ആ പെൺകുട്ടി മരിച്ചിട്ടുണ്ടാവില്ലേ? അതാ വാർത്ത പുറത്തു വരാത്തത്. ബോധം വന്നാ അവളെല്ലാം പറയും.
അവള് പറയട്ടെ. അല്ല, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? അമ്മുന്റെ പിന്നാലെ ദിനേശനുണ്ടായിരുന്നു എന്ന് എന്ത് തെളിവാ ഉള്ളത്? അമ്മ മൂന്നാറി പോയെന്ന് ദിനേശൻ എങ്ങനെ അറിയാനാ? ഓഹോ, കവിതയെല്ലാം എന്റെ തലയിൽ കെട്ടിവെക്കാൻ നോക്കണ്ട. എന്റെ കൂടെ ഗൗതമും ഉണ്ടായിരുന്നു. അയാളാ അത് ചെയ്തത്. എല്ലാം പ്ലാൻ ചെയ്തതും അയാൾ തന്നെയാ. ദിനേശ്, അതെന്ത് പറച്ചില്ലേ? ഗൗതം നമ്മുടെ വെറും ശമ്പളക്കാരൻ മാത്രമാണ്. അയാൾക്ക് ഈ കുടുംബവുമായി ഒരു ബന്ധവുമില്ല. ആ പെണ്ണിനെ ഇല്ലാതാക്കേണ്ട കാര്യം അയാൾക്കെന്താ? ഒരു സഹായി എന്ന റോളേ അയാൾക്കിതിലുള്ളൂ. അതിന് അയാൾക്ക് പ്രതിഫലം കൊടുത്തതല്ലേ? ദിനേശൻ ഈ വീടിന്റെ മരുമകന്. കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് ദിനേശൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന വിശ്വാസത്തോടെ നെഞ്ചുറപ്പടം നിൽക്കുക വേണ്ടത്. ദിനേശന് ഒരു പേടിയുമില്ല. പക്ഷേ കാര്യങ്ങൾ കറങ്ങി തിരിഞ്ഞ് എന്റെ നേരെ മാത്രം വന്നാൽ പലരും പലതും അറിയും. ഇതിൽ പങ്കാളിയായ ആരും രക്ഷപ്പെടുന്നു വിചാരിക്കണ്ട. കവിതേ, അതൊന്ന് ഓർത്തു വച്ചോ. ദിനേശ, അമ്മയ്ക്ക് വേണ്ടി മോൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ടല്ലേ? അമ്മയുടെ ഈ പറച്ചില എന്നെ പ്രയാസപ്പെടുത്തുന്നത്. മോനെ, സഞ്ജു, അമ്മ എവിടെ? അമ്മ എവിടെയെന്നാ ചോദിച്ചത്? നീ എന്തിനാ മോളെ ഞങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയത്? അതിന് നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? നീ എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ? ചേച്ചി, ഞാൻ നിന്റെ ചേച്ചിയായിരുന്നെങ്കിൽ എന്നോടൊരു വാക്ക് പറയാതെ നീ പോവായിരുന്നോ? പറയടി, നീ പോവായിരുന്നോന്ന്? ചേച്ചി,
ക്ഷമിക്കണം. ചേച്ചി എന്നെ എങ്ങനെ വേണമെങ്കിലും ശിക്ഷിച്ചോ. എന്റെ ചേച്ചിയോട് ഞാൻ തെറ്റ് ചെയ്തു പോയി. നീ എന്നെ വിട്ടുപോയ എന്റെ ജീവിതം എന്താകുമെന്ന് നീ ഓർത്തോ മോളെ? നീ എന്റെ സ്വന്തം കൂടെ പിറപ്പ. എന്റെ ഒരു അനിയത്തി മരിച്ചു പോയപ്പോ ഞാൻ അനുഭവിച്ച വേദനയ നീ എന്നെ വിട്ടുപോയപ്പോ ഞാൻ അനുഭവിച്ചത്. എന്തിന് നീ എനിക്ക് ആ വേദന തന്നമ്മു? ജീവിക്കായിരുന്നില്ല മോളെ ഞാൻ. ഇഞ്ചിഞ്ചായിട്ട് മരിക്കുമായിരുന്നു. എന്തിനാ നീ ചേച്ചിയെ ശിക്ഷിച്ച? ചേച്ചി നിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് സമാധാനം കൊടുക്കാനും നീ പോയതെന്ന് ഈ ചേച്ചിക്ക് അറിയാം. പക്ഷെ നീ പോയതോടെ നഷ്ടമായത് സ്നേഹിക്കുന്നവരുടെ മനസ്സമാധാനമാ. അവരുടെ മനസ്സുമായിട്ടാ നീ പോയത്. ഞങ്ങൾക്ക് നീ എവിടെ നിന്നോ വന്നവളല്ല. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാള്. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്കാമോ? എന്റെ അനിയത്തി അനാഥയല്ല. നിന്റെ അമ്മയായത്. നീ എന്റെ അനിയത്തിയ. സഞ്ജു നിന്നെ കണ്ടെത്താതിരുന്നെങ്കിൽ ഇതുപോലെ അമ്മ ഇവിടെ ഇരിക്കില്ലായിരുന്നു. സഞ്ജു നിന്റെ മുന്നിൽ വന്ന ശേഷം ശ്വാസം എടുക്കാതെ പിടഞ്ഞ അമ്മ ശ്വാസം എടുത്തു തുടങ്ങി. നിന്നെ മോളായിട്ടല്ല, നൊന്ത് പെറ്റ മകളായിട്ട് കണ്ട ഈ പാവ അമ്മയെ പോലെ നീ വേണ്ടെന്ന് വെച്ചു. മരണത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാ നീ പോയ. അമ്മ സാരമില്ല, തിരിച്ചു വന്നല്ലോ അമ്മയുടെ പൊന്നുമോൾ. ഇനി ഇങ്ങനെ ഒരു ചിന്തയും എന്റെ മോൾക്ക് തോന്നരുത് കേട്ടോ. കേട്ടോ മോള്? അമ്മ എനിക്ക് മാപ്പ് തരണേ അമ്മ. സാരമില്ല, സാരമില്ല. മോള് കരയാതെ.